യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധർക്കു കാഴ്ച, ചെകിടർക്കു കേൾവി, രോഗശാന്തിയും നൽകിയവൻ. വചനത്താൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എണീറ്റ് നിന്ന് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി അധരങ്ങളെ തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ആത്മാവിൻ്റെ വലിയ ശക്തി കൊണ്ട് ഞങ്ങളെല്ലാവരും നിറയട്ടെ. ആത്മാവേ, ദൈവാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ആവസിക്കണമേ. ആത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആത്മാവെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മാവെ ഞങ്ങളെ കരുത്തരാക്കി മാറ്റണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറഞ്ഞ് ഞങ്ങളെ ശക്തരാക്കി മാറ്റണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവവചനം അനുസരിക്കുന്നവരാക്കി, ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധാത്മാവേ, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, പൈശാചിക പീഡകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ദൈവത്തിൻ്റെ വചനം കൃത്യതയോടെ അനുസരിക്കാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ദൈവവചനം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ, പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-9 വചനങ്ങൾ. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്ന് ഉള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. കാരണം ദൈവ ചൈതന്യം
അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ മക്കളാരാണെന്നും പിശാചിൻ്റെ മക്കളാരാണെന്നും ഇതിനാൽ വ്യക്തമാണ്. പാപം ചെയ്യുന്നവരും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവരും ഈ ഭൂമിയിൽ ധാരാളമുണ്ട്. ദൈവത്തിൻ്റെ വചനം ആത്മാർത്ഥതയോടെ അനുസരിക്കാൻ വേണ്ടി ഒത്തിരിയേറെ ത്യാഗങ്ങൾ സഹിക്കുന്നവരുണ്ട്. ദൈവം നമുക്ക് നൽകിയ 10 കൽപ്പനകൾ വലിയ തീഷ്ണതയോടെ പാലിക്കാൻ വേണ്ടി നന്നായിട്ട് വില കൊടുക്കുന്നവരുടെ ജീവിതത്തിൽ. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. ആര് പാപം ചെയ്യുന്നുവോ ആ വ്യക്തിയിൽ പിശാചിൻ്റെ ഒരു സ്വാധീനമുണ്ട് എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. മനുഷ്യന്റെ ഹൃദയം, മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ ചിന്താമണ്ഡലം ശരിക്കും ഒരു യുദ്ധക്കളം പോലെയാണ്. തിന്മയുടെ സ്വാധീനവും നന്മയുടെ സ്വാധീനവും ഒരുപോലെ മനുഷ്യ വ്യക്തികളിൽ പ്രവർത്തിക്കുകയാണ്. ഈ തിന്മയുടെ സ്വാധീനത്തെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ നിറഞ്ഞുവെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഈ വചനത്തിൽ നമ്മൾ വായിച്ചു, ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ആ ദൈവത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവനിൽ വസിക്കുന്നു. ഈ ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയെ പാപത്തിൻ്റെ വഴികളിലേക്ക് പോകാതെ ആ വ്യക്തിയെ നിയന്ത്രിക്കുകയാണ്. അത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ദൈവാനുഭവത്തിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ കുടികൊള്ളുന്നു എങ്കിൽ നമ്മൾ പാപം ചെയ്യത്തില്ല. പാപത്തിൻ്റെ ചിന്തകൾ, പ്രലോഭന ചിന്തകൾ നമുക്ക് വന്നേക്കാം. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ശക്തി തന്ന് ഇവയെ അതിജീവിക്കാനായിട്ട് സാധിക്കും. വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. ആ പാപം ചെയ്യുന്ന വ്യക്തികളിൽ പിശാചിന്റെ ശക്തമായ ഒരു ഇടപെടലുണ്ട്. പിശാചിന്റെ ഒരു കരം ആ വ്യക്തിയുടെ മേലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. നമ്മൾ തിരിച്ചറിയുക, പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ വിടുവിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി പിറന്നത്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും പൂർണ്ണമായ ഒരു മോചനം ലഭിച്ചു കഴിഞ്ഞിരിക്കുക. പക്ഷേ അത് നമുക്ക് അനുഭവിക്കാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 23-24 വചനം പറയുന്നു, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി, നിത്യതയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. തൻ്റെ അനന്തതയുടെ സാദൃശ്യം, ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ചൈതന്യത്തിലും നമ്മളെ അവിടുന്ന് സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയാണ്? അനന്തതയുടെ സാദൃശ്യത്തിൽ, നിത്യതയിൽ നമ്മൾ ദൈവത്തോടു കൂടി ആയിരിക്കാൻ വേണ്ടിയാണ്, അനശ്വരതയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. 24-ാമത്തെ വചനം പറയുന്നു, പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു, അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അപ്പോൾ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യൻ മരിക്കുന്നത് പിശാചിന്റെ പ്രവൃത്തി മൂലമാണ്. ആദ്യ മനുഷ്യനെ പാപത്തിലേക്ക് വീഴിച്ചുകൊണ്ട് മരണത്തിലാക്കുകയാണ് പിശാച് ചെയ്തത്.
ഈ മരണത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നതും മനുഷ്യവർഗത്തിന്റെ പാപം ഏറ്റെടുത്ത് കുരിശിൽ ബലിയായി തീർന്നതും. അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവന് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയും ദൈവത്തിന്റെ സ്നേഹവലയത്തിൽ നിന്ന് ആ വ്യക്തി പുറത്താക്കപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ പുറത്താക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ മേൽ സാത്താന്റെ ശക്തമായ സ്വാധീനം കടന്നു വരും. അങ്ങനെ ശക്തമായ സാത്താന്റെ അടിമത്തത്തിലാകുന്ന വ്യക്തിയെ പിശാച് പൂർണ്ണമായിട്ട് കൊണ്ടുപോകുക. ഇന്നലെ എന്നോട് ഒരു വൈദികൻ പങ്കുവെച്ച ഒരു അനുഭവം ഞാൻ പറയുവാൻ ആഗ്രഹിക്കാം. ഒരു വ്യക്തി ജീവിത നാളുകളിൽ മദ്യപാനിയായിരുന്നു, വ്യഭിചാരത്തിന് അടിമയായിരുന്നു, വിവാഹിതനൊക്കെയാണ്. പക്ഷെ ഒത്തിരിയേറെ പാപത്തിൻ്റെയും മ്ലേച്ഛതയുടെയും വഴികൾ ജീവിച്ചിരുന്ന വ്യക്തി. ദൈവപ്രമാണങ്ങൾക്ക് ജീവിതത്തിൽ വില കൊടുത്തിട്ടില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ പോലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാത്ത, സാപത്തിന് വില കൊടുക്കാത്തൊരു മനുഷ്യൻ. 65 വയസ്സോളം പ്രായമുണ്ട്. വർഷങ്ങളായിട്ട് പാപകരമായ ജീവിതമാണ്. കുമ്പസാരമില്ല, കുദാശയില്ല. ഈ മനുഷ്യൻ രോഗിയായി മരണാസന്നനായിട്ട് ഐസിയുവിൽ കിടക്കുക. ബഹുമാനപ്പെട്ട ഈ വൈദികൻ ഐസിയുവിൽ വെച്ച ഈ മനുഷ്യന് രോഗിലേപന ശുശ്രൂഷ നൽകി. അതിനുശേഷം പ്രാർത്ഥിച്ചു. ദിവ്യകാരുണ്യം ആ മനുഷ്യന്റെ നാവിലേക്ക് വെച്ചു കൊടുത്തു. ആ വൈദികൻ എന്നോട് പങ്കുവെച്ചത് ഇപ്രകാരമാണ്: മരിക്കാൻ കിടന്ന ഈ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് ഇരിക്കുകയാണ്. എന്നിട്ട് നാവിൽ വെച്ച ദിവ്യകാരുണ്യം തുപ്പിക്കളഞ്ഞു. അരമണിക്കൂറിൽ ആ മനുഷ്യൻ മരിക്കുകയും ചെയ്തു. ആ മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്ന പിശാചിന്റെ സ്വാധീനം എത്ര ശക്തമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. വർഷങ്ങളോളം കുദാശ ജീവിതം നയിക്കാതെ, ദൈവത്തിന്റെ വചനമനുസരിക്കാതെ പാപത്തിന്റെ വഴികളിലൂടെ ജീവിച്ച ആ മനുഷ്യന് വന്ന ഗതി എത്ര ശോചനീയമാണ്. ദൈവപ്രമാണങ്ങളെ ലംഘിച്ച് ജഡിക പാപങ്ങളിലൊക്കെ മുഴുകി ജീവിച്ച് ഈ മനുഷ്യൻ അവസാനം ദിവ്യകാരുണ്യം സ്വീകരിച്ച് തുപ്പിക്കളഞ്ഞു. അതിനുശേഷം അരമണിക്കൂറിൽ ആ വ്യക്തി മരിക്കുകയും ചെയ്തു. ആ മനുഷ്യന്റെ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോയിട്ടുണ്ടാവാം. ആ മനുഷ്യന്റെ ആത്മാവിനോട് ദൈവം കരുണ കാണിക്കട്ടെ. വെളിപാടിന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന്റെ 20 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട്. പ്രവാചകൻ അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. വ്യഭിചാരം ചെയ്യാൻ പഠിപ്പിക്കുന്നു, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് ഭക്ഷിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു സ്ത്രീ, അവളോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. പാടില്ല. ദൈവവചനത്തിന് എതിരായിട്ട് ആര് പഠിപ്പിച്ചാലും നമുക്ക് കണ്ണടയ്ക്കാനായിട്ടാവില്ല. ദൈവവചനത്തിനെതിരായിട്ട് ആര് സംസാരിച്ചാലും സത്യം സത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടവരാ നമ്മൾ. ഇവിടെ പറയുന്നു, വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾ കൽപ്പിച്ചത് ഭക്ഷിക്കാനും എൻ്റെ ദാസനെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിച്ചു. പാടില്ല. നിന്റെ ഭാഗത്തുള്ള തെറ്റാണത്. അനുതപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി, എന്നാൽ അവൾ തൻ്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുതപിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതാ ഞാൻ അവളെ രോഗശയ്യയിൽ തള്ളിയിടുന്നു.
അവളുമായുള്ള വീഴ്ചയെ പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും. അവൾക്ക് ഞാൻ അനുദപിക്കാൻ അവസരം കൊടുത്തു. പാപകരമായ ജീവിതം ഉപേക്ഷിക്കുവാൻ ഞാൻ അവൾക്ക് അവസരം കൊടുത്തു. അവൾ കൂട്ടാക്കിയില്ല. അവളെ ഞാൻ രോഗശൈലിയിലേക്ക് തള്ളിയിടും. അവളോടൊപ്പം പാപം ചെയ്തവരെ ഞാൻ വലിയ ഞെരുക്കത്തിലാക്കുമെന്ന വചനം പറയുന്നത്. പാപകരമായ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരെ ഓർത്തുകൊള്ളുക, നിങ്ങൾ വലിയ ഞെരുക്കത്തിൽ ഉൾപ്പെടുന്ന സമയം വരാൻ പോകുകയാണ്. വചനം ഇവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും. ഇന്ന് നിന്റെ ജീവിതം വലിയ ഞെരുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നീ ജീവിച്ച വഴികള്, നീ നടന്ന വഴികള് നീ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വ്യഭിചാരത്തിന്റെയും സ്വർഗഭോഗത്തിന്റെയും സ്വയംഭോഗത്തിന്റെയും മ്ലേച്ഛഭാവത്തിന്റെ പിന്നാലെ ജീവിച്ച വ്യക്തിയാണ് നീയെങ്കിൽ ഓർത്തുകൊള്ളുക, വലിയ ഞെരുക്കത്തിലേക്ക് നീ എറിയപ്പെടുന്ന സമയം വരുന്നു. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് ഓർത്തുകൊള്ളുക. നിന്റെ പാപം നിന്റെ ജീവിതത്തെ തകർത്ത് കളയുമെന്ന് ഓർത്തുകൊള്ളുക. നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, നിന്റെ ജോലിയിലും ബിസിനസ്സിലും നിന്റെ കുടുംബത്തിലും നിന്റെ മക്കളിലും എല്ലായിടത്തും വലിയ ഞെരുക്കത്തിന്റെ നാളുകൾ വരാൻ പോകുക. പാപം നീ ഉപേക്ഷിച്ചില്ലെങ്കിൽ വലിയ ഞെരുക്കത്തിലേക്ക് നിന്നെ ഞാൻ എറിയും. അവളുടെ മക്കളെയാകട്ടെ മരണത്താൽ ഞാൻ ശിക്ഷിക്കും. ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവനാണ് ഞാൻ എന്ന സകല സഭകളും അപ്പോൾ ഗ്രഹിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവർത്തികൾക്കനുസൃതം ഞാൻ പ്രതിഫലം നൽകും. നിങ്ങളുടെ മനസ്സുകളെ പരിശോധിക്കുന്ന ദൈവം, നിങ്ങളുടെ ഹൃദയത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും അറിയുന്നവരായ ദൈവം നിങ്ങളുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം തരും. പാപത്തിന്റെ വഴികളിൽ ജീവിക്കുന്നവരെ അനുതപിക്കുക, മടങ്ങി വരിക. ഇല്ലെങ്കിൽ ഇതിന്റെ വലിയ ഫലങ്ങൾ, പ്രത്യേകിച്ച് ഇവിടെ 2 പാപത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് ഭക്ഷിക്കുക, വ്യഭിചാരം. ഈ 2 പാപങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് വലിയ ഞെരുക്കമുണ്ടാകുമെന്നാണ് ദൈവത്തിന്റെ വചനം ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ 2 പാപത്തിൽ ജീവിക്കുന്നവര് അത് അവസാനിപ്പിക്കണം. ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിന് വില കൊടുക്കണം. ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കണം. ദൈവത്തിന്റെ വചനത്തിനെതിരായിട്ട് ചിന്തിക്കരുത്, സംസാരിക്കരുത്, പ്രവർത്തിക്കരുത്. ദൈവത്തിന്റെ വചനത്തെ വളച്ചൊടിക്കുന്നവരെ ഓർത്തുകൊള്ളുക, വലിയ ഞെരുക്കത്തിലേക്ക് നിങ്ങളാകുവാനായിട്ട് പോകുകയാണ്. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, പക്ഷേ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന് മുൻപില് നീ നിൽക്കേണ്ട ഒരു സമയം വരികയാണ്. സാത്താന്റെ രഹസ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രബോധനം അറിയാത്തവരും സ്വീകരിക്കാത്തവരുമായി തീരായിൽ ബാക്കിയുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മേൽ വേറെ ഭാരം ഞാൻ ചുമത്തുന്നില്ല. ഈ 2 പാപങ്ങൾ ഒരു വിട്ടുവീഴ്ച വലിയ കാര്യത്തിൽ വചനം ശക്തമായിട്ട് മുന്നറിയിപ്പ് തരികയാണിത്. ഈ 2 പാപങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയട്ടെ. വ്യഭിചാരത്തിന്റെ ബന്ധങ്ങളിൽ കുത്തഴിഞ്ഞു ജീവിക്കുന്നവർ, വിഗ്രഹ ആരാധനയിൽ ജീവിക്കുന്നവരും വിഗ്രഹങ്ങൾ കപ്പിച്ചവ ഭക്ഷിക്കുന്നവരും അനുതപിക്കാനാ ദൈവത്തിന്റെ വചനം പറയുന്നത്. പാപത്തെ നിസ്സാരവൽക്കരിക്കരുത്. പാപത്തെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. നിങ്ങൾ അതിന് നല്ല വില കൊടുക്കേണ്ടി വരും. വചനം ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ നിങ്ങളെ എറിയും. ഇന്ന് ഇപ്പോൾ ഈ വചനം കേൾക്കുന്നവര്, വലിയ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ കണ്ണുനീരോടെ അനുദപിക്കുക. ഇപ്പൊ ഞെരുക്കമൊന്നും ഇല്ലെങ്കിലും ഈ പാപവഴിയിൽ ജീവിക്കുന്നവർ ഓർത്തുകൊള്ളുക,
ഈ വഴി ഉപേക്ഷിക്കുക. വലിയ ഞെരുക്കത്തിൻ്റെ നാളുകൾ നിനക്കും നിൻ്റെ മക്കൾക്കും നിൻ്റെ കുടുംബത്തിലും സംഭവിക്കാതിരിക്കാൻ, നിൻ്റെ ബിസിനസ്സിൽ, നിൻ്റെ ജോലിയിൽ, നിന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ, മക്കളുടെ ഉയർച്ചയിൽ എവിടെയും നീ ഞെരുക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടാകാതിരിക്കാൻ അനുതപിച്ച് കണ്ണുനീരോടെ നീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. കർത്താവിൻ്റെ വചനത്തിലൂടെ തരുന്ന മുന്നറിയിപ്പ് അവഗണിക്കാതിരിക്കുക. കർത്താവ് തരുന്ന മുന്നറിയിപ്പ് സ്വീകരിക്കുക. നമുക്ക് തിരിച്ചു മടങ്ങി വരാം. ആഴമായ അനുതാപത്തിലേക്ക്, ആഴമായ ഒരു കണ്ണുനീരിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കർത്താവ് നമ്മളോട്, നമ്മുടെ കുടുംബാംഗങ്ങളോട്, മരിച്ചുപോയ തലമുറകളോട് ഉറപ്പായിട്ടും കരുണ കാണിക്കുന്നതാണ്. അനുദപിച്ചു മടങ്ങി വരുന്ന പാപിക്ക് കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ട്. തിരിച്ചു വരാം. കർത്താവിലേക്ക് തിരിച്ചു വരവിനായി അവിടുന്ന് വിളിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഒത്തിരിയേറെ പാപ വഴികളിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ദൈവകൽപ്പനകളെല്ലാം ലംഘിച്ചവനാണ് ഞാൻ. ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ അവഗണിച്ചവനാണ്. ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ചിട്ടുണ്ട്. ദൈവവചനത്തിനെതിരായി സംസാരിച്ചിട്ടുണ്ട്. യേശുവേ, അങ്ങൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്. പിശാചിന് അടിമപ്പെട്ടു ജീവിച്ച എൻ്റെ നാളുകളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. യേശുവേ, പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന്, പാപത്തിൻ്റെ ആസക്തികളുടെ അടിമത്തത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് എന്നോടും എൻ്റെ കുടുംബത്തോടും മരിച്ചുപോയ തലമുറകളോടും ജനിക്കാനുള്ള മക്കളോടും കരുണയാകണമേ. യേശുവേ, കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. തള്ളിക്കളയരുതേ, ഞെരുക്കത്തിലേക്ക് ഞങ്ങളെ വലിച്ചെറിയരുതേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ മഹത്വം. നമ്മളോട് കർത്താവായ യേശു കരുണ കാണിക്കും. തിരിച്ചു വരാം. ഹല്ലേലൂയ. മോടെ പേരെന്താ? ദിവ്യ. ദിവ്യ, എന്തിനായി കോളർ ഇട്ടിരിക്കുന്നത്? കഴുത്തിൻ്റെ C1 C2 ഡിസ്ക് 90% അകന്നിരിക്കുവെന്നാണ് പറഞ്ഞത്. C1 C2 ഡിസ്കുകൾ അകന്നിരിക്കുക. ഈ സഹോദരിയുടെ ഈ കഴുത്തിൻ്റെ C1 C2 ഡിസ്കുകൾ അകന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതിനാണ് ഈ കോളർ ഇട്ടിരിക്കുന്നത്. ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? അല്ലാതെ ബെൽറ്റ് ഉണ്ടോ? നടുവിന് ബെൽറ്റ് ഇല്ലല്ലേ? കോളറിനേ ഉള്ളൂ. കോളർ ഒരിക്കോ. ഈ സഹോദരി ഉപയോഗിക്കുന്ന കോളറാണിത്. ഇനി ഇത് ഉപയോഗിക്കണ്ട കേട്ടോ. എവിടെയായിട്ടാണ് പ്രയാസം? ഓക്കെ കഴുത്തിൻ്റെ ഇത് ഭാഗത്തായിട്ടാണ്. തൊട്ട് കാണിക്കാവോ? എവിടെയായിട്ടാണ്? അവിടെയാണല്ലോ. ഞാൻ അവിടെ നിന്ന് തട്ടാനായിട്ട് പോകും കേട്ടോ. കുഴപ്പമില്ലല്ലോ? ഇല്ല. യേശുവേ, കഴുത്ത് തിരിക്കട്ടെ. രണ്ട് സൈഡിലും തിരിക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും. നന്നായിട്ട് തിരിച്ചേ. ഇങ്ങനെ വെച്ച് പുറകോട്ട് വെച്ചേ. ധൈര്യമായിട്ട് ചെയ്തോ. കഴുത്ത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടോ. മുന്നോട്ട് വെച്ചേ. രണ്ട് സൈഡിലേക്ക് തിരിച്ചേ. നന്നായിട്ട് ചെയ്തേ. കൈയൊക്കെ ഒന്ന് വലിച്ചു കൊടുന്നേ. മറ്റേ കൈ പൊക്കിക്കേ. കൈ വലിച്ചു കൊടുഞ്ഞേ. രണ്ട് കൈ വലിച്ചു കൊടുഞ്ഞേ. ഇനി കൈ ഒന്ന് വട്ടത്തേക്ക് ഇറക്കിക്കേ. കുഴപ്പമില്ല. ഒന്നുകൂടെ കറക്കിക്കേ. മറിച്ച് കറക്കിക്കേ. അങ്ങേ വശത്തൂടെ കറക്കിക്കേ. ഒന്ന് ഇടിച്ചൊന്ന് കൊടുന്നേ. ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കൈ ഇത്രയും ശരിക്കും ഈ ലെഫ്റ്റ് കൈ ഒട്ടും അനക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് വേദന ഒട്ടും എഫക്റ്റ് ചെയ്യണില്ല. ശരിക്കും ഇതിൻ്റെ ഈ രണ്ട് ജോയിൻറ്റിനാണ് വേദന വരിക. ഇപ്പം അങ്ങനെ എനിക്കൊന്നും തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാണ് കർത്താവിൻ്റെ പരിപാടി. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ സ്നേഹമാണ്, കർത്താവിൻ്റെ കരുണയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. 3 മാസം റെസ്റ്റ് കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിച്ചത് ഇപ്പോൾ 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. 2 മാസം ആകാൻ തുടങ്ങി. കുറച്ചായിട്ട് വേദന ഉണ്ടായിരുന്നു. നമുക്ക് എന്തിൻ്റെയാണെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോൾ കൈമരവിപ്പോടെ തുടങ്ങിയപ്പോഴാണ് ഡോക്ടറെ കണ്ടത്. അപ്പോഴാണ് അവർ ഇങ്ങനെ പറഞ്ഞത്, MRI ചെയ്തപ്പോൾ ഡിസ്ക് നന്നായിട്ട് അകന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണം, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ മകൾ പറഞ്ഞു കേട്ടോ, വിശ്വസിക്കാനായിട്ട് ആവുന്നില്ലെന്നാണ് പറയുന്നത്. ഇവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ സൗഖ്യം. എൻ്റെ ചേച്ചി സിസ്റ്ററാണ്. ചേച്ചി പറഞ്ഞു, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, നീ പോയി ധ്യാനം കൂടിയിട്ട് പോരെ, ദൈവം സൗഖ്യപ്പെടുത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഈ മകളുടെ ചേച്ചിയാണോ? ചേച്ചി സിസ്റ്ററാണ്. സിസ്റ്റർ പറഞ്ഞു വിട്ടു, ഉറപ്പായിട്ട് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു വിട്ടാ. കർത്താവ് ചെയ്തു. കർത്താവിന് നന്ദി. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു, യേശു, യേശു.
വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു, ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശു 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 യേശു, ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു, ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ.